എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. വല്യുഞ്ഞ് എന്ത് തീരുമാനം എടുത്താലും എനിക്ക് സമ്മത. പക്ഷെ എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. വല്യുഞ്ഞ് കല്യാണി, തീരുമാനിക്കേണ്ടത് ആനന്ദകൃഷ്ണന്റെയും കല്യാണിയുടെയും ആദ്യത്തെ കുട്ടി ആണാണോ പെണ്ണാണോ എന്നാ. അയ്യടാ, മനസ്സിലിപ്പോ കൊള്ളാലോ. കല്യാണി, നീ പറയൂ, നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ? വല്യുഞ്ഞേ വേണ്ട. അല്ലെങ്കിൽ വേണ്ട, ഇരട്ട കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഒരാണും ഒരു പെണ്ണും. ഈ വല്യുഞ്ഞിനെ പെട്ടെന്ന് തീരുമാനിക്കേ. ഓടിക്കരുത്. വേണ്ട, പറഞ്ഞ വേഗം വാ. വല്യുഞ്ഞേ ഇങ്ങോട്ട് വരാൻ. അവിടെ നിക്ക്. നിക്ക്. ഇന്ന് ഞാൻ കല്യാണി, അരവിന്ദ്, ഭാഗ്യം, കാല് നിലത്തുറക്കുന്നുണ്ടല്ലോ. മദ്യപിച്ച് ബോധം പോയപ്പോ സങ്കടങ്ങളെല്ലാം മറന്ന് സുഖമായിട്ട് ഉറങ്ങി അല്ലേ? ഞാൻ നിന്റെ ഭാര്യയല്ല അരവിന്ദ്. ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് ഒരു കോളെങ്കിലും വിളിച്ചൂടായിരുന്നോ? ആരാ പറഞ്ഞ നീ എന്റെ ഭാര്യയാണെന്ന്? നീ തൃച്ചംബരത്തെ ഗ്രേറ്റ് അഖിലാണ്ടേശ്വരിയുടെ മരുമകളല്ലേ? എന്റെ ഭാര്യ ആയിരിക്കണേക്കാട്ടും നിനക്ക് പ്രിയം അഖിലാണ്ടേശ്വരിയുടെ മരുമകൾ സ്ഥാനാണെന്ന് പറഞ്ഞതല്ലേ ഇന്നലെ? അരവിന്ദ്, എന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി നീ കെട്ടിയതാ. അതായത് നീ എന്റെ ഭർത്താവാണെന്ന്. നിനക്കറിയോ, ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് അവളുടെ ഭർത്താവാ. നിന്നെക്കാൾ വലിയ ലോകമൊന്നും എനിക്കില്ല അരവിന്ദ്. കൊള്ളാം, നല്ല ഭാഷ. എടി, ഭർത്താവിന്റെ പോരായ്മകൾ പാടി നടക്കുന്നവളല്ല ഭാര്യ. എടി, ഭർത്താവ് എന്ന് പറയുന്നത് നീ വായിച്ചു കൂട്ടിയ കഥകളിലെയോ സിനിമകളിലെയോ സൂപ്പർ ഹീറോ ഒന്നുമല്ല. ദേഷ്യവും സങ്കടങ്ങളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെയുള്ള ഒരു പച്ചയ മനുഷ്യനാ അരവിന്ദ്. നീ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ മദ്യപിച്ച് ബോധം വിട്ട് സുഖമായിട്ട് ഉറങ്ങിന്ന. ഇന്നലെ അരവിന്ദിന് ഉറങ്ങണായിരുന്നെങ്കിൽ ബോധം നഷ്ടപ്പെടണമായിരുന്നു. കൂടപ്പറപ്പായ എന്റെ ബ്രോ ഇത്ര ചെമ്പരത്തില്ലാത്ത രാത്രിയായിരുന്നു ഇന്നലെ. ബ്രോയിന്റെ കൂടപ്പറപ്പായത് ഒരു വൈദ്യ ജനിച്ചുകൊണ്ട് മാത്രമൊന്നുമല്ല, എന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞുകൊണ്ടും കൂടിയാ.
എനിക്ക് ജീവന എന്റെ ബ്രോ. അരവിന്ദ്, ഈ തൃച്ചംബരത്തെ ഏത് മനസ്സിനോടൊപ്പം തൂക്കി നോക്കിയാലും അരവിന്ദിന്റെ മനസ്സിരിക്കുന്ന തട്ട് എന്നും താഴ്ന്നു തന്നെ ഇരിക്കുന്ന എനിക്കറിയാം. നിന്നെ നന്ദന വെറുതെ വരുന്ന സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ മനസ്സിന്റെ വലിപ്പം കണ്ട് തന്നെയാ. ഈ നെഞ്ചിലെ ചൈനന്റെ സുഖമൊന്നും തൃച്ചംബരത്തെ ഒരു പട്ടുമെത്തൊക്കെ ഇല്ല അരവിന്ദ്. നോക്ക്, നല്ല മുഷിഞ്ഞു നടന്ന ഡ്രസ്സാ. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. വേണ്ട, അച്ഛനെന്താ എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത്? അച്ഛന് മകനെ കാണാൻ കാരണം ബോധ്യപ്പെടുത്തണോ? ഇന്നലെ വരെ മക്കളെ കണി കൊണ്ടുണർന്ന് ശീലിച്ചു പോയ ഒരു അച്ഛനായിപ്പോയി. അച്ഛാ, വിളിച്ചു വരുത്തി വേദനിപ്പിക്കുകയാണോ? എല്ലാം അറിയാവുന്ന അച്ഛനും കൂടി ഇങ്ങനെ? ഞാൻ വെറുതെ ഒരു സത്യം പറഞ്ഞതേ ഉള്ളൂ. അത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ വേദന അറിയിച്ചു, അത്ര തന്നെ. ആനന്ദ്, അതുപോലെ ഔട്ട് ഹൗസിലെ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാൻ കഴിയുമോ നിനക്ക്? മോൻ ഇന്നലെ ഉറങ്ങിയോ? ഉറങ്ങി. നന്നായി. ഔട്ട് ഹൗസിന്റെ സൗകര്യത്തിൽ നിനക്ക് ഉറങ്ങാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഏതായാലും ഉറങ്ങാൻ കഴിഞ്ഞല്ലോ, നന്നായി. അഖില ഇന്നലെ ഒരുപോലെ കണ്ണടച്ചില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിക്കുകയായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയെങ്കിൽ എന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ലെന്ന് ഊഹിക്കാമല്ലോ. അച്ഛാ, അതെ ആനന്ദ്, രാവിലെ നേരം വെളുക്കും മുന്നേ അവൾ ആ ടെറസിൽ വന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. നിന്നെ കണ്ടിട്ടാ അവള് മടങ്ങിയത്. പാവം, ഇപ്പോ മുറിയിൽ സെറ്റിലിരുന്ന് മയങ്ങിപ്പോയി. ഇതൊന്നും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. സ്നേഹത്തിന്റെ ആഴം കൂടുമ്പോ ആധയും കൂടും. എല്ലാം ഉപേക്ഷിച്ചെന്ന് വാക്കാൽ പറയാമെന്നല്ലാതെ മനസ്സുകൊണ്ട് അതിന് കഴിയില്ല. ഇത് നീ വച്ചേക്ക്. അമ്മയുടെ സമ്പത്തല്ല, അച്ഛന്റെ സമ്പാദ്യം. വേണ്ടച്ചാ, അച്ഛന്റെ ഈ സ്നേഹമാ എനിക്കും അരവിന്ദനും കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം. ഇത് വച്ചേക്ക് മോനെ. അവിടുത്തെ പരിമിതികൾ അറിയാവുന്നതുകൊണ്ടും നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നതുകൊണ്ടും തരുന്നതാ. ഒന്നും വേണ്ടച്ചാ. അമ്മയുടെ മനസ്സ് ശാന്തമാവുമ്പോ അച്ഛൻ അമ്മയോട് പറയണം, അമ്മയുടെ മോന് അമ്മയുടെ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞതിൽ സങ്കടമുണ്ടെന്ന്. അച്ഛനറിയാലോ, കല്യാണി അവൾ എന്റെ വലിയൊരു ഇഷ്ടമായിരുന്നു. സുഖവും നോവും ഒക്കെ കലർന്ന നഷ്ടപ്പെടുത്താനാവാത്തൊരിഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്.
എനിക്ക് ക്യാഷ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് ചോദിച്ചു വാങ്ങും. അതുപോരെ? ഈ മനസ്സിൽ ഒരു ഉറപ്പുണ്ടച്ച, ആരും ഇല്ലാതാവുമ്പോഴും അച്ഛനുണ്ടാവുന്നൊരു ഉറപ്പ്. പോട്ടേച്ച. ആന്റി, നീ വന്നോ? എന്തു പറയാൻ ആന്റി, കാലൊടിഞ്ഞ അമ്മയെ നോക്കി നോക്കി ഞാൻ മടുത്തു. ഇതുവരെ നിന്റെ അമ്മയുടെ കാലിലെ പ്ലാസ്റ്റർ എടുത്തില്ലേ? ഇല്ല ആന്റി, ഇനിയും 10-26 ദിവസം എടുക്കുമെന്ന ഡോക്ടർ പറയുന്നത്. കാലിന്റെ ഇടത്തോട്ടുള്ള കുഴ വലത്തോട് തിരിഞ്ഞുപോയിന്നു. തിരിയും തിരിയും, നിന്റെ അല്ലേ അമ്മ. അതൊക്കെ വിട ആന്റി. ആന്റി ഇപ്പൊ അഖിലാന്റിയുടെ വിശ്വസ്തയായിട്ട് ഇവിടെ കിടന്ന് വിലസയാണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതായി പോയല്ലോ ആന്റി. ഇങ്ങനെ പോയ അഖിലാണ്ടേശ്വരി മക്കളെയൊക്കെ അടിച്ചിറക്കിയിട്ട് എല്ലാം ആന്റിയുടെ പേരിലേക്ക് എഴുതി വെക്കുന്ന കോളുണ്ട്. നീയൊരു കാര്യം അറിഞ്ഞു? ഇന്നു മുതൽ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ ജോലി അന്വേഷിച്ചിറങ്ങുക. അത് തടയണം. ജോലിയും കൂലിയൊന്നും ഇല്ലാതെ അവനും അവളും പട്ടിണി കിടക്കണം. ഏതായാലും അമ്മായിയപ്പന്റെ ഔദാര്യത്തിൽ തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണൻ ജീവിക്കില്ലല്ലോ. എന്താ ആന്റി? നീ വാ. എങ്ങോട്ടാ ആന്റി? വാ പറയാം. അമ്മയുടെ മോൾക്ക് വേണ്ടി വല്യുഞ്ഞ് മറ്റൊരു കമ്പനിയിലേക്ക് ഇന്നൊരു പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി പോവാ. അമ്മയുടെ അനുഗ്രഹം വേണം. അറിയാലോ അമ്മയ്ക്ക് വല്യുഞ്ഞിനെ. കഴിഞ്ഞ വർഷം മികച്ച ബിസിനസ്മാനുള്ള അവാർഡ് വാങ്ങിയ ആളാ. ഇപ്പൊ എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുക. ഇനിയിപ്പോ എല്ലാം ഒന്നേന്ന് തുടങ്ങണം. എല്ലാം ഒന്നേന്ന് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലവൻ. അത് മുളയിലേ നുള്ളണം. അല്ല ആന്റി, ആന്റി ഇപ്പൊ എന്ത് ചെയ്യാൻ പോവാ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്ന്. ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും മനസ്സ് മനസ്സിലാക്കുന്ന അമ്മയും വിളപ്പുറത്തമ്മയും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അമ്മേ, വിളപ്പുറത്തമ്മയ്ക്കൊരു പൂജ നടത്താൻ വേണ്ടി ഞാൻ അനിയൻകുട്ടിനെ പറഞ്ഞു വിട്ടിരിക്കുക. അച്ഛനെ അറിയാലോ, വല്യുഞ്ഞ് ഇവിടെ താമസമാക്കിയത് കൊണ്ടാവും. പതിവില് നേരത്തെ അച്ഛൻ കാറെടുത്ത് പോയി. കല്യാണി, ദേ വിളിക്കുക. എനിക്കറിയാം, ദൂരെയാണെങ്കിലും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാവുമെന്ന്. കല്യാണി, എന്താ വല്യുഞ്ഞേ? ആ റെഡിയായോ? ഇന്ന് എന്റെ വല്യുഞ്ഞ് പതിവിലും സുന്ദരനാണല്ലോ. ഓ കല്യാണി, മനസ്സിന്റെ സന്തോഷമാണ് സൗന്ദര്യം. വിലമതിക്കാനാവാത്ത ഒന്നിനെ സ്വന്തമാക്കിയ എന്റെ മനസ്സിന് അതല്പം കൂടുതലായിരിക്കും. എന്തെങ്കിലും നോക്കുന്നേ? ഒന്നുമില്ല, എന്റെ മനസ്സിലും അത് തന്നെയാ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ പോകുന്നൊക്കെ കൊള്ളാം, ആരും കണ്ണുവെച്ചേക്കരുത്. വേദന കൊണ്ട് രക്തം പൊടിയണം അവന്റെ അവളുടെയും കണ്ണുകളിൽ നിന്ന്. നീ അങ്ങോട്ട് നോക്ക്, അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടോന്ന്. എന്താ ആന്റി ഇത്? എടി,
ഇത് കരിന്തേള്. കരിന്തേളോ? അയ്യോ, ഇത് കുത്തില്ലേ? കൊത്താൻ തന്നെയാടി. എന്നെ നിന്നെയൊന്നും അല്ല. പിന്നെ നീ അകത്തേക്ക് നോക്ക്, ആരെങ്കിലും വരുന്നുണ്ടോന്ന്. ചെല്ലിപ്പോ. ശരി. സമ്മതിക്കണം ആന്റിയെ. എടി, ഞാൻ ടെറസിൽ നിന്ന് നോക്കിയപ്പോഴേ അവന്റെ ഷൂസ് വെളിയിൽ കിടക്കുന്നത് കണ്ടതാ. അപ്പോഴാ ഇങ്ങനെ ഒരു പദ്ധതി പ്ലാൻ ചെയ്ത്. ദാ, പോവാം. നോക്ക് നോക്ക്. അയ്യോ, വരുന്നുണ്ടോ? വരുന്നു. അയ്യോ, ദാ, പോയിട്ട് വാ വല്യുഞ്ഞി. ശരി, പോയിട്ട് വരാം. ഈ പ്രോജക്റ്റ് സക്സസ് ആവുന്ന കാര്യം എന്റെ കെട്ടിയവളുടെ ഐശ്വര്യം പോലെ ഇരിക്കും. എല്ലാം നന്നായിട്ട് വരും. എന്റെ വല്യുഞ്ഞി പോയിട്ട് വാ. അയ്യോ, ഷൂ പോളിഷ് ചെയ്യാൻ മറന്നു. ഞാൻ പോയി തുണി എടുത്തിട്ട് വരാം.